ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മോർണിംഗ് ആണ് കേട്ടോ. നമ്മുടെ 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച നമ്മൾ വീണ്ടും മക്കളേക്ക് സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന ദിവസമാണല്ലോ. അപ്പം ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ് സ്കൂളൊക്കെ ഉള്ള ആ ഒരു ദിവസം കേട്ടോ. അപ്പോൾ എനിക്കിന്ന് രാവിലെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഇതാ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉച്ചയത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ചെറിക്ക് കൊണ്ടുപോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5:45 കിച്ചണിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം വന്നിട്ട് പത്തിരി ഉണ്ടാക്കണം കേട്ടോ. അതിലേക്കുള്ള മാവും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അത് ഒന്ന് ജസ്റ്റ് കൈ പൊള്ളാത്ത രീതിയിൽ ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഇത് വാട്ടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറുങ്ങനെ അടി പിടിച്ച പോലെ തോന്നിട്ടോ. അങ്ങനെ അതെല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. നേരെ ഇതാ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വയലറ്റ് ക്യാബേജ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. അത് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ഉണ്ട്, അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചീന്തിയിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇതാ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ കറിക്കുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ കറി ഉപ്പേരി കാര്യങ്ങളൊക്കെ റെഡി ആവണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറി ഉണ്ടാക്കാനുള്ളത് ആഡ് ചെയ്തിട്ടില്ല. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പേരി മാത്രം റെഡിയാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. മീൻ പിന്നെ നമുക്ക് 10 മണി ആ ഒരു ടൈം ആവട്ടോ മീൻ വണ്ടി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മീനൊക്കെ വാങ്ങിയിട്ട് വെക്കാനുള്ളത് കൊണ്ട് തന്നെ വീഡിയോയിൽ രാവിലത്തെ ആ ഒരു ഇതിൽ ഉൾപ്പെടുത്താത്തതാണ്. അതാണ് 2-3 ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതാ ഉപ്പേരി റെഡി ആയിപ്പോയേക്കും വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ സെയിം പാനിൽ തന്നെ നമുക്കൊന്ന് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ ഉപ്പേരി ജസ്റ്റ് ഒന്ന് അടി പിടിക്കാനായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. പാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആവും കേട്ടോ നമ്മുടെ കുക്കിങ്. വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയിട്ട് കറിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി മാറ്റി വെച്ചേ. അപ്പോഴേക്കും നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ട്, അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് പത്തിരിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വാട്ടാൻ വെച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമല്ലോ, ആ ഉപ്പ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ചേർത്താൽ മതി കേട്ടോ. നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് പത്തിരി നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാനും നല്ല രീതിയിൽ തന്നെ പത്തിരി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ വഴുതനങ്ങ ഒന്ന് മസാല കൂട്ടിയിട്ടുണ്ട്. മസാലയിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നമ്മൾ നേരെ മസാല കൂട്ടിയ ആ ഒരു വഴുതനങ്ങ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്താൽ അത് റെഡി ആവും കേട്ടോ. പിന്നെ അതാ പത്തിരീൻ്റെ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നല്ലപോലെ ചൂടായപ്പോൾ ഇത് പത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയെ ഇപ്പോൾ കുറച്ചായിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം അടി പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു പാന് മാറ്റാനായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതേപോലെ അടി കരിയാനായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ പത്തിരി നല്ല പോലെ പൊള്ളി വരുന്നുണ്ട് കേട്ടോ. അടുത്ത പത്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുട്ടട്ടെ. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. മിൽമൻ്റെ നെയ്യുണ്ട്, അപ്പോൾ നെയ്യും കൂട്ടിയിട്ടാണ് എല്ലാവരും കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കറീൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനെ പത്തിരി ചൂടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പത്തിരിയുടെ മുകളിൽ ജസ്റ്റ് കാണുന്നുണ്ടാവില്ലേ, പെട്ടെന്ന് എന്നെ അടി പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. നേരാകുമ്പോൾ ഇഷുവിന് മദ്രസ പോകണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവൻ്റെ ചെയ്ത പ്ലേറ്റും ഗ്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാനാണ് കേട്ടോ. പിന്നെ അതേപോലെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ബാഗിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുട മറന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തലേന്നാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി വെക്കുക. അങ്ങനെ അവൻ്റെ കുപ്പിയും പാത്രങ്ങളൊക്കെ നമ്മൾ ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവനക്ക് മദ്രസ പോവും. മദ്രസയിൽ നിന്ന് നേരെ അവൻ കഞ്ഞിയൊക്കെ കുടിച്ച് സ്കൂൾക്ക് പോകലാണ് കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ ഒരു 7:30 അവനെ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിക്ക് വന്നിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കേട്ടോ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വരുമ്പോഴേക്കും ലഞ്ചിനുള്ള ആ ഒരു ലഞ്ച് ബോക്സിലെല്ലാം റെഡിയാക്കി കൊടുക്കണേ.
അങ്ങനെ ഇതാ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക കറി ഞാൻ ചെറിയൊരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു സൈഡ് ഭാഗത്തായിട്ട് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ നിന്നോളും. പിന്നെ അതാ കുറച്ച് കാബേജിൻ്റെ ഉപ്പേരിയും അതുപോലെ നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും കുറച്ച് ക്യാരറ്റും അതുപോലെ കക്കരിക്കും ഇതും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നേരെ ഇതാ ചെറിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയ ഇഷ്യൂവിനെ കൊണ്ടുവന്നാക്കുന്ന ടൈമിൽ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തക്കാളി തീർന്നിട്ടുണ്ടായിരുന്നു. അത് ഇതാ നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അടിയിൽ ഞാൻ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി. പിന്നെ ബാക്കി വന്ന പത്തിരി ഇതാ കുറച്ച് പൊടിയൊക്കെ കൂട്ടിയിട്ട് പരത്തി എടുത്തിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റിട്ടോ. ഇപ്പം ഞാൻ ഫുഡൊന്ന് കൺട്രോൾ ചെയ്തിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി അതിലേക്ക് മമ്പയർ ഉണ്ടായിരുന്നു, കോഴിമുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. മോൾക്ക് പിന്നെ പത്തിരിയും കോഴിമുട്ട പുഴുങ്ങിയത് മതിയെന്ന് പറഞ്ഞ് അവൾക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞാനും കൂടെ കഴിച്ചു കേട്ടോ. ചപ്പാത്തി നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ, ഇന്ന് 2 ചുട്ടെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എഴുതാൻ, ചിത്രം വരയ്ക്കാൻ, ഇങ്ങനത്തെ പരിപാടികൾ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പലതും ചെയ്യാറാണ് കേട്ടോ. കുറേ ടൈം ഫ്രീ കിട്ടുമ്പം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് ടൈം പോകും കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നീറ്റായിട്ട് വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് തലയണ സെറ്റാക്കി. പിന്നെ നേരെ ഇതാ പൊതുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഇതേപോലെ മടക്കിയിട്ട് അതും അതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു റൂമിൽ ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും അടിച്ചു വരാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങിലേക്ക് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഒതുക്കി അടക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചു വാരാനേ ഉള്ളൂ. പിന്നെ കുറച്ച് അലക്കാനുള്ളത് നേരെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇനി ക്ലീനിങ്ങും അതുപോലെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലത്തെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളുണ്ട്, അതെല്ലാം ഞാൻ സിങ്കിൽ വെച്ചതാണ് കേട്ടോ. എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഈ പാത്രങ്ങൾ മുഴുവനായിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാത്രങ്ങൾ വല്ലാതെ ആവാത്തതൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് കഴുകി വെക്കും. എന്നാലും ഇതേപോലെ മൊത്തത്തിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതേപോലെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അത്രയും കേൾക്കൽ കഴിഞ്ഞാൽ അടിച്ചുവാരി തുടച്ചിടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.